അപ്പോൾ വെൽക്കം ടു ദി പാർട്ട് 2 സെക്കൻഡ് പാർട്ട് ഓഫ് ടീനേജേഴ്സ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ടീനേജേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് സത്യം കേട്ടോ ഞാൻ ഹിറ്റായി ആർക്ക് ഹിറ്റായി എന്ന് പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ തവണ കുറേ അധികം ക്വസ്റ്റ്യൻസ് അമ്മമാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അച്ചു ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് കുറച്ച് അമ്മമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളുടെ അടുത്ത് ഇവരുടെ പ്യൂബർട്ടിയെ പറ്റിയിട്ട് വലുതാവുന്നതിൻ്റെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് എങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ബുക്ക്. ദിസ് ഇസ് നോട്ട് എ സ്പോൺസർഡ് വീഡിയോ കേട്ടോ. ഞാനിത് അച്ചുവിന് മേടിച്ച് കൊടുത്താണ്. ഇതിൻ്റെ ഒരു രണ്ടാമത്തെ വോളിയം ഞാൻ മേടിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതെന്നു വെച്ചാൽ ഇത് പാരഗൺ ബുക്സിൻ്റെ ജസ്റ്റ് ഫോർ ബോയ്സ് ആണ്, നമുക്ക് വേണ്ടി മാത്രം. അത് തന്നെ, ബോയ്സിന് വേണ്ടി മാത്രം. പക്ഷേ ഇതിൻ്റെ ഗേൾസിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. എന്നു വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടോ? ഒരുപാട് പേര് ചോദിച്ചു ഈ ഒരു വീഡിയോയുമായി. എന്തുവാണ് ഞാനിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളിരുന്ന് കാപ്പി കുടിക്കുന്നത്? എന്റെ സംസാരം കേൾക്കാനാണോ എനർജി? അതൊരു കാര്യം. ഓക്കെ ശരി, ബാക്ക് ടു ദി പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുട്ടികൾക്ക് അറിയേണ്ടതും അവർ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അവർക്ക് വരുന്ന ഫിസിക്കൽ ഗ്രോത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറേയൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനൊരു ക്ലാരിറ്റി കിട്ടിയതല്ലേ, യു ഗോട്ട് എ ക്ലാരിറ്റി. ഒരുപാട് അതിനകത്ത് അവർ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയും അതിനകത്ത് തന്നെ ആൻസർ പറയും. പിന്നെ കുറേ അധികം ഈ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ, ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഇതാ കണ്ടോ, ഇതേപോലത്തെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു സ്പോൺസറോ ഒന്നും അല്ല, ഞാനിത് നിങ്ങൾക്കൊരു പ്രയോജനമാവല്ലോ എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ഹെൽപ്പ്. ഓക്കെ ശരി, അപ്പോൾ ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു അല്ലടാ, കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്രാൻഡ് പേരൻസിന്റെ ഇൻവോൾവ്മെന്റ് സിബ്ലിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. കണ്ടോ, എനിക്ക് നല്ല ഓർമ്മശക്തിയാണ്, നോട്ട് ലൈക്ക് യു. ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ MC റോഡ് സൈഡായിട്ട് ഇങ്ങനെ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പം ഗ്രാൻഡ് പേരൻസിന് ഇൻവോൾവ്മെന്റ് ഇദ്ദേഹത്തിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അത് അവൻ പറഞ്ഞു, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇനി ഇപ്പം റാൻഡം ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ഇസ് വേർ ഡു യു സീ യുവർ സെൽഫ്. നമ്മൾ ഈ റെസ്യൂം പണ്ട് കോളേജിലുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ആപ്ലിക്കൻസ് എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേർ ഡു യു സീ യുവർ സെൽഫ് ആഫ്റ്റർ 5 years. അച്ചുവിൻ്റെ കരിയറിനെ പറ്റിയിട്ട് അച്ചു എങ്ങനെയാണ് അച്ചുവിനെ കാണുന്നത്? വാട്ട് ഓൾ ആർ യുവർ ബിഗസ്റ്റ് സ്ട്രെങ്സ്? കേൾക്കട്ടെ, പറ. എന്താ എന്റെ ബിഗസ്റ്റ് സ്ട്രെങ്സ്? പാട്ട് is your strength, which is music. God's grace. Okay, which means your voice is your strength, is it? Yeah. Or music? രണ്ടും. ശരി. എന്നിട്ട് എനിക്ക് നല്ല ഇന്ററാക്ഷൻസ് ഉണ്ട്, which means socializing skill. So അമ്മയുടെ സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഏത് ഫീൽഡ് ചൂസ് ചെയ്യാനാണ് അപ്പോൾ ഇഷ്ടം? ഇല്ല, സൈക്കോളജി പറ്റത്തില്ല. അതെന്താ, അത്രയ്ക്ക് പേഷ്യൻസ് ഒന്നും എനിക്കില്ല. 1 മണിക്കൂറൊന്നും കേട്ടോണ്ടിരിക്കാനുള്ള ത്രാണിയില്ലല്ലേ. അല്ല, അപ്പം ഞാൻ ഇവനോട് അത് അച്ഛനോടും ഞാനും ഗിരീഷേട്ടനും ആ കാര്യത്തിൽ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാത്സ് എനിക്കിഷ്ടമല്ല. സോ എന്നോട് ചോദിക്കും മാത്സ് അല്ലാത്ത വേറെ എന്തൊക്കെ ഫീൽഡാണ് എപ്പോഴും ചോദിക്കും. അപ്പം ഞാനിപ്പം സോ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ്, ഐ ഡു എ ഹോംവർക്ക് ആൻഡ് ഐ ടെൽ ഹിം കൃത്യമായിട്ട് ഇന്നതാണ്. അപ്പം നിൻ്റെ ഏറ്റവും അധികം സ്ട്രെങ്സ് എന്തൊക്കെയാണ്, എന്തിലൊക്കെയാണ് നിനക്ക് നല്ലത്, ഇതിൽ ചൂസ് ചെയ്താൽ നിനക്ക് എങ്ങനെ പോവാം. അപ്പോൾ അത് എനിക്കറിയാം ആള് പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണ് പിടിച്ച് വലിച്ചാണ് ഞാൻ കൊണ്ടിരുത്തുന്നത്. ദാറ്റ് ഇസ് ഓൾ ദെയർ. പക്ഷേ ഹെൽപ്പിംഗ് ദം ടു ഐഡൻറ്റിഫൈ ദെയർ സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മ്യൂസിക് ആണ് അവന് ഇഷ്ടമെങ്കിൽ ഞാൻ എപ്പോഴും അവനോട് പറഞ്ഞ് മനസ്സിലാക്കും, മോനെ മ്യൂസിക്കിൽ നിനക്കൊരു സ്ഥിര വരുമാനം, നീ നിൻ്റേതായിട്ടുള്ള ഒരു എമൗണ്ട് നിനക്ക് ഒരു മാസത്തിൽ ഇത്ര ദിവസം നിൻ്റെ കയ്യിൽ വരണം. അതിന് നീ എന്ത് ചെയ്യണം? ഇതിനകത്ത് ബന്ധപ്പെട്ട ഏതൊക്കെ ഫീൽഡാണ്? അപ്പോൾ ദീസ് ആർ ദ ഫീൽഡ്സ് വിച്ച് വിൽ പ്രൊവൈഡ് എ ഗുഡ് ഇൻകം ടു യു. ഞാൻ പറയാനുള്ള ഇപ്പം ഇത്രയും അഡ്വാൻസ്ഡ് അല്ലേ, ഒരുപാട് ലോട്ട്സ് ഓഫ് ഓപ്ഷൻസ്. അതെ, മ്യൂസിക് മാത്രമല്ല, പിന്നെ എനിക്ക് ട്രാവലിംഗും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ കുറേ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. ട്രാവൽ ആൻഡ് ടൂറിസം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കുക്കിംഗ് അത്യാവശ്യം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്, പാഷനേറ്റ് ആണ്. എന്തെങ്കിലും ഒരു കുഞ്ഞി കാര്യം കിട്ടിയാൽ അതിനെപ്പറ്റി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ്. അപ്പോൾ ഞാൻ വാട്ട് ഐം ട്രൈങ് ടു ടെൽ ഹിം ഇസ് ഒരു ഓപ്ഷൻ അല്ല, പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് നീ പോകണമെങ്കിൽ ഇന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് എപ്പോഴും ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഞാൻ എപ്പോഴും അവന് കൊടുക്കാറുണ്ട്. ഞാനും ഗിരീഷേട്ടനും ഒരിക്കലും ഒന്നിനെ ഫോഴ്സ് ചെയ്യാറില്ല, ഇന്നതിൽ മാത്രമേ പോകാവൂ എന്ന് ഒരിക്കലും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. വാട്ട് എവർ യു ലൈക്ക് ഡു ദാറ്റ്, ബട്ട് മേക്ക് ഷുവർ യു ഗെറ്റ് എ സ്റ്റഡി ഇൻകം, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.